ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ജാതക പൊരുത്തം നിർബന്ധമാണോ? വേണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഒരു ദിവസം 10 വിവാഹം നടന്നാൽ അത്രയും വിവാഹമോചനവും നടക്കുന്നു. പാരമ്പര്യ ജ്യോതിഷ പ്രകാരം 10 പൊരുത്തം 2 പേരുടെയും ചന്ദ്രനെ മാത്രം നോക്കിയിട്ടാണ് ഗണിക്കുന്നത്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമുക്ക് അനായാസേന കഴിയും. ചന്ദ്രകർമ്മയിൽ ജനിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഏതൊക്കെയാണ് ചന്ദ്രകർമ്മ? ഉത്രട്ടാതി, ഭരണി, മകം, തൃക്കേട്ട. ഈ നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ മാനസിക സന്തോഷം മറ്റുള്ളവർക്ക് കൊടുത്തേ പറ്റൂ. അതിനാണ് അവർ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചന്ദ്രൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ഋഷീശ്വരന്മാർക്കറിയാം. 10 പൊരുത്തത്തിൽ പ്രധാനപ്പെട്ടത് വശ്യപ്പൊരുത്തമാണ്. അത് റയറായിട്ട് മാത്രം ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും വേർപിരിയൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. പക്ഷേ വശ്യപ്പൊരുത്തത്തിന് വേണ്ടി കാത്തിരിക്കരുത്. അതിന് വേറെ പോംവഴികളും ഉണ്ട്. മധ്യമ രഞ്ജുവും ഭേദദോഷവും ഉണ്ടാവരുത് എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് ദശാസന്ധിയും പാപസാമ്യതയും കൂടി നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം പാരമ്പര്യ ജ്യോതിഷമാണ്. ഇനി DNA അസ്ട്രോളജി എടുക്കുകയാണെങ്കിൽ 2 ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ തന്നെ ഒരു പെർമിഷൻ ഉണ്ടാവണം. കർമ്മ കണക്ടിവിറ്റി 27 നക്ഷത്രങ്ങൾക്കും ചേരുന്ന കർമ്മ കണക്ടിവിറ്റി ഉണ്ട്. ഉദാഹരണമായി അശ്വതി ജന്മനക്ഷത്രമായി വരുന്ന ഒരാൾക്ക് ശുക്രകർമ്മ അല്ലെങ്കിൽ ശനികർമ്മ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ലോകത്തുള്ള എത്ര അശ്വതി നക്ഷത്രക്കാർ ഉണ്ടായാലും ഈ കർമ്മയിൽ പെടുന്ന ഒരു പാർട്ട്ണറെ മാത്രമാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ശ്രേഷ്ഠം വീഡിയോ മുഴുവനായും കാണുന്ന ഒരാൾക്ക് ഇത് അനായാസേന മനസ്സിലാകും. അല്ലാത്തവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ 4 പോയിന്റ്സ് പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലഗ്നമോ ലഗ്നാധിപതിയോ മിഥുനം കന്നിയിൽ ഉണ്ടാവുക, ഏതെങ്കിലും ഒന്നിൽ. 2 ലഗ്നത്തിൽ ബുധൻ, ലഗ്നാധിപതിയോടുകൂടി ബുധൻ. 3 1, 3, 1, 6 ഭാവ കോമ്പിനേഷൻ. അതായത് 1-ാം അധിപതി 3-ലോ 6-ലോ നിൽക്കുക, അല്ലെങ്കിൽ 3-ന്റെയും 6-ന്റെയും അധിപതി 1-ൽ നിൽക്കുക എന്നുള്ളതാണ്. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലഗ്നമോ ലഗ്നാധിപതിയോ ചിത്ര, തിരുവാതിര, തിരുവോണം, പുണർദം, അവിട്ടം, ചോതി എന്നീ നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒന്നിൽ വരിക. ഈ 4 പോയിന്റ്സിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന ഒരു ജാതകമാണ് അശ്വതി നക്ഷത്രക്കാർ സ്വീകരിക്കേണ്ടത്. ഇതുപോലെ മറ്റ് 26 നക്ഷത്രങ്ങൾക്കും കർമ്മ കണക്ടിവിറ്റി ഉണ്ട്. ഓൺലൈനിലൂടെ ജാതക പൊരുത്തം നോക്കിക്കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. 250 രൂപ GPay ചെയ്തവർക്ക് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ്, ടൈം എന്നിവ വാട്സപ്പിലൂടെ അയച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട് ലഭ്യമാകുന്നതാണ്. നന്ദി, നമസ്കാരം.